ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സ്റ്റൈലിൽ നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് പഫ്സ് തയ്യാറാക്കിയാലോ എയർ ഫ്രയറിൽ. അപ്പോൾ അതിന് വേണ്ടത് സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മല്ലിയില, ഇത്രയും സാധനങ്ങൾ ധാരാളം മതി. ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലേശം ഉപ്പും വഴറ്റുന്നതിനോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വച്ചേക്കുന്ന പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട. ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റാം. പിന്നീട് നമ്മുടെ സ്പൈസസ്, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടും, പിന്നെ ലേശം ഗരം മസാല, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. ഒരു നല്ലോണം വഴറ്റി നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടുമ്പോൾ ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് അത് ബോയിൽ ചെയ്ത് ഹാഫായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ലേശം ഉപ്പ് വിതറി കൊടുത്തിട്ട് ഞാൻ വഴറ്റിയെടുത്ത് അതേ പാനിൽ തന്നെ കമത്തി വെച്ചൊരു ഇത്തിരി നേരം ചൂടാക്കി. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാലും മതി, ചൂടായി വന്നോളും. പിന്നെ ഞാനിവിടെ പേസ്ട്രി മേടിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ലേശം എന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് കുറേ ആയിപ്പോയി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും. അപ്പോൾ ആ ഒരു പാകത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ട ആഡ് ചെയ്ത് പഫ്സ് ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ അതിനെ 2 വശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ച് നല്ല രീതിയിൽ കൊടുക്കാം, ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ. പിന്നെ അതിൻ്റെ മേളിലോട്ട് നമ്മൾ എഗ് വാഷ് അല്ലെങ്കിൽ ബട്ടർ വാഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന 4 പീസ് എഗ്ഗിനും ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എഗ് വാഷ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ബട്ടർ വാഷ് ചെയ്യാം. 2 രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനെ നമ്മൾ എയർ ഫ്രയറിലേക്ക് മാറ്റും. എയർ ഫ്രയറിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ 150 ഡിഗ്രിയിൽ എയർ ഫ്രയർ സെറ്റ് ചെയ്തിട്ട് 15 to 20 മിനിറ്റ്സ് ആണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതാവുമ്പം അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചായയോ അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ആ ടൈമിൽ കണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.